ജനവാസ മേഖലകളിൽ വന്യജീവികളുടെ വിഹാരം തുടരുകയാണ്. ചാലക്കുടിയിൽ തഹസിൽദാരുടെ വാഹനത്തിന് നേരെ കാട്ടാനയുടെ ആക്രമണം ഉണ്ടായി. വയനാട്ടിലെയും പത്തനംതിട്ടയിലും ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങി. തൃശൂർ മലക്കപ്പാറയിലെ വീടുകളിൽ വീണ്ടും കുടിലിൽ പുലിയെത്തി. തൃശൂർ മലക്കപ്പാറയിൽ 4 വയസ്സുകാരൻ ആക്രമിച്ച സ്ഥലത്താണ് വീണ്ടും പുലിയിറങ്ങിയത്. വീരംകുടി ഉന്നതിയിലെ കുടിലുകൾക്കകത്തുൾപ്പെടെ പുലി കയറി. ഇന്നലെ വൈകിട്ട് പുലിയെ കണ്ടതിന് പിന്നാലെയാണ് അർദ്ധരാത്രി വീണ്ടും പുലി ഉന്നതിയിലെത്തിയത്. ഉന്നതിയിൽ ആളുകളെ മലക്കപ്പാറയിലെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് രാത്രിയോടെ തന്നെ മാറ്റി പാർപ്പിച്ചു. ഇന്ന് രാത്രി ഇത് പുലി വന്നതാ. ഇത് കണ്ട തപ്പേഴ് വീട്ടിന്റെ പുലി കയറി. എല്ലാ വീട്ടിലും കയറിയിട്ടോട്ട് കഥവെല്ലാം തുറന്നു വിട്ട് എല്ലാ വീട്ടിലും പുലിയും കയറി. പോയി നോക്കിയിട്ട് എല്ലാവരും വന്നുണ്ടോ എന്താന്ന് സംഭവിക്കാന്ന് ദൈവമാക്കിയും കൊണ്ടാണ് ഞങ്ങളെ പോർഷക്കാരും ഞങ്ങളുടെ പാർട്ടിക്കാരന്മാരും വന്ന് രാത്രി കൊണ്ടുപോയത്. അല്ലെങ്കിൽ എന്തെന്നൊക്കെ സംഭവിച്ചായിരുന്നു. 4 വയസ്സുകാരനെ പുലി പിടികൂടിയതിനു ശേഷം 3ാം തവണയാണ് പുലി എത്തുന്നത്. അതിനാൽ തന്നെ കടുത്ത പ്രതിഷേധത്തിലാണ് ഉന്നതിയിലെ ജനങ്ങൾ. മലക്കപ്പാറയിൽ പുലിയിറങ്ങിയ ഉന്നതിയിലെ കുടുംബങ്ങളെ അടിയന്തരമായി പുനരധിവസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇന്നലെ മലക്കപ്പാറയിൽ പോയി മടങ്ങി വരും വഴിയാണ് ചാലക്കുടിയിൽ വെച്ച് തഹസിൽദാരുടെ വാഹനത്തിന് നേരെ കാട്ടാനാക്രമണം നടന്നത്. വീരാങ്കുടി ഉന്നതിയിൽ പുലി പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ച രാഹുൽ എന്ന കുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ 7 പേർ സഞ്ചരിച്ച വാഹനത്തിന് നേരെയാണ് ആക്രമണമുണ്ടായത്. രാത്രി 11 മണിയോടെയാണ് കാട്ടാൻ ആക്രമിച്ചത്. വാഹനം പിന്നിൽ നിന്ന് എടുത്തുയർത്താൻ ശ്രമിക്കുകയും ശരീരം കൊണ്ട് തള്ളാൻ ശ്രമിക്കുകയും ചെയ്ത ശേഷം കാട്ടാന ഓടിമറഞ്ഞു. വയനാട് വൈത്തിരിയിലെ ജനവാസ മേഖലയിൽ 2 കാട്ടാനകളാണ് എത്തിയത്. ദേശീയപാതയിലെ സ്വകാര്യ പാർക്കിലിറങ്ങിയ ആന നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിലും കളി ഉപകരണങ്ങൾ കറക്കി രസിച്ചാണ് മടങ്ങിയത്. പത്തനംതിട്ട തലച്ചിറ മുക്കുഴിയിലാണ് കാട്ടാന ഇറങ്ങിയത്. ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്.